എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നല്ലൊരു അടിപൊളി ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മസാല ബോൾസിൻ്റെ റെസിപ്പിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ മസാല ഫില്ലിങ്സിന് വേണ്ട സാധനങ്ങളാണ് ആദ്യം പറയുന്നത്. അത് ആദ്യം ചിക്കന് ഒരു ബോൺലെസ് പീസ് എടുത്ത് പൊരിച്ചത് കുറച്ച്, ഒരു 4 ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചതച്ചത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം, കറിവേപ്പില. ചിക്കന് ഫ്രൈ ചെയ്യാനൊരു 5-10 പീസ് ബോൺലെസ് പീസ് എടുക്കാം. പിന്നെ മല്ലിയിലയും കൂടി വേണം. ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അതിലേക്ക് പച്ചമുളക് ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഒന്ന് ചെറുതെടുത്താൽ മതി, ഒരു മീഡിയം സൈസ്. അതിലേക്ക് കുറച്ച് പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ബോളിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഷ്രെഡ് ചെയ്തിട്ട് ചേർക്കാം. ഫ്രൈ ചെയ്യേണ്ടത് ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതിലേക്ക് മല്ലിയില കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെക്കുക. ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ അരിൻ്റെ കൂട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പുഴുങ്ങലരി 2-3 കപ്പ് നിങ്ങളുടെ ബോളിനനുസരിച്ചിട്ട് അത് സോക്ക് ചെയ്യുക. അതിലേക്ക് തേങ്ങയും ഉള്ളിയും, 1 കപ്പ് തേങ്ങയും 1 മീഡിയം സൈസ് ഉള്ളിയും കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അത്ര പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുക, വലിയ ജീരകം. എന്നിട്ട് അത് ആ അരിയിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ അരി നമ്മളിപ്പോൾ ഫില്ലിങ്സിനനുസരിച്ചിട്ട് അരി നിങ്ങൾക്ക് സോക്ക് ചെയ്യാം. ഇപ്പോൾ 2 കപ്പോ 3 കപ്പോ അങ്ങനെ. ഇപ്പോൾ അരി അരച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതേപോലെ ടൈറ്റാക്കിയിട്ട് ബോൾസ് ഉണ്ടാക്കുക. ബോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്, ചിക്കൻ ഫില്ലിങ് ചേർത്തിട്ട് ഇതേപോലെ ബോളാക്കി വെക്കാം. എന്നിട്ടത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ മസാലയ്ക്ക് വേണ്ട സാധനം. മസാലയ്ക്ക് ഇതേപോലെ ചിക്കൻ ഒരു 1 കിലോ 1.5 കിലോ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു 3 ഉള്ളി ചെറുതായിട്ട് അരിയുക, അല്ലെങ്കിൽ സാധാ നീളത്തിൽ അരിയുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്, തേങ്ങ, 1 തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ബട്ടർ, കറിവേപ്പില, പച്ചമുളക് ചതച്ചത്, മല്ലിയില, ഉപ്പ്, പെപ്പർ, ഗരം മസാല, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം. ഗരം മസാലയും പെപ്പർ പൗഡറൊക്കെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. മല്ലിയിലയും ചേർക്കണം അതിലേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ മൂടി വെക്കാം. നമ്മൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ഗ്രേവി നല്ലോണം വേണമെങ്കിൽ കുറച്ചധികം തേങ്ങ എടുത്തിട്ട് പാലെടുക്കാം. ഇതിപ്പോൾ 2-ാം പാൽ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് തിളച്ചതിന് ശേഷം 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ വേണമെങ്കിൽ നിങ്ങൾ ബോൾസ് ഇട്ടതിന് ശേഷം ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം.
ഒന്നാം പാൽ ഒഴിച്ച് തിളക്കുന്നതിന് മുമ്പ് തന്നെ ആ ബോൾസ് കൂടി അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്തിട്ട് നമ്മൾ ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ക്യാപ്സിക്കം 3 കളറും ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല ബോൾസ് ഇങ്ങനെ തിളച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർക്കാം. ഇതെൻ്റെ കസിന് ഷായിനാൻ്റെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെ പാർട്ടിക്കൊക്കെ നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയുമായി കാണാം.